സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുന്നവർക്ക് ഒരുപാട് ഉപദ്രവങ്ങളും പീഡകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് അന്ന് തുടക്കം മുതൽ തന്നെ ഉണ്ടായതാണ്. ഈ ദൈവവേലയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രതികൂലങ്ങളും സുവിശേഷ വിരോധികളാലുള്ള ആക്രമണങ്ങളും അതിന്നും പെരുകിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ അന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ പ്രാർത്ഥന വിഷയത്തിന് ഇന്നും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. 2 തെസ്സലോനിക്കർക്ക് ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞത് എന്താണ്? ചെന്നായ്ക്കളുടെ നടുവിൽ ഞാൻ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു എന്നാണ് കർത്താവ്. അപ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ ആദ്യമേ കർത്താവ് വേലയ്ക്ക് അയക്കുമ്പോൾ തന്നെ പറയുകയാണ്, നിങ്ങൾ പോകുന്ന വളരെ സുതാര്യമായ മാലാഖമാരെ പോലെ നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരുടെ നടുവിലല്ല അയക്കുന്നത്. പിന്നെയോ പിച്ചു ചീന്തുവാനുള്ള മനസ്സുമായി നിൽക്കുന്ന, കടിച്ചു കീറാനുള്ള മനസ്സുമായി നിൽക്കുന്ന, ആ ചെന്നായ്ക്കളെ പോലെ നിൽക്കുന്ന വ്യക്തികളുടെ അടുക്കിലേക്കാണ് ഈ സുവിശേഷമായി നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ സുവിശേഷ വേലയ്ക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടല്ല കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി തന്റെ മക്കളെ വിളിക്കുന്നത്. പിന്നെന്താണ്? നിങ്ങൾക്ക് ഈ വേല ചെയ്യുന്നതിലൂടെ ലഭ്യമാകുന്ന പ്രശ്നങ്ങളും ഉപദ്രവങ്ങളെ കുറിച്ച് ഒരു ഭാഗത്ത് പറയുകയും ഒടുവിൽ ഇതെല്ലാം കഴിയുമ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ അവർക്ക് ലഭ്യമാകുന്ന പ്രതിഫലത്തെക്കുറിച്ചും കാണും. പക്ഷെ ഈ ഭൂമിയിൽ ലഭ്യമാകുന്നത്, കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എന്നെ അവർ കൈക്കൊണ്ടെങ്കിൽ നിങ്ങളെയും കൈക്കൊള്ളും, എന്നെ അവർ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. ഇത് ദൈവമക്കൾക്ക് ഈ രണ്ടും ദൈവവേലയിൽ ഈ ഭൂമിയിൽ ഉള്ളതാണ്. ഒരു ഭാഗത്ത് ചിലർ നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. അപ്പോൾ ഉപദ്രവങ്ങളും ദൈവവേലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. അത് മുൻകൂട്ടി അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുവാൻ. ആരും ആവേശം കാണിച്ച് അവർ ചെയ്യുന്നതോട് ഞാനും ചെയ്യാം, കുറെ പേരും പ്രശസ്തിയുമൊക്കെ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് സംഘടനകളെ വളർത്താം എന്നൊന്നും വിചാരിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കാനുള്ള പരിപാടിയല്ല ഇത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരുവൻ വീട് പണിയാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്റെ പക്കൽ വീട് പണിത് പൂർത്തീകരിക്കാനുള്ള സാമ്പത്തികം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിൽ ഇറങ്ങാൻ. മറ്റൊരുവൻ ഒരു വലിയ പടയാളികളുമായിട്ട് കടന്നു വരുമ്പോൾ തന്റെ പക്കലുള്ള പടയാളികളെ കൊണ്ട് എതിരെ വരുന്ന ആ വലിയ കൂട്ടം സമൂഹത്തെ എതിരിടുവാനായിട്ട് കെൽപ്പുണ്ടോ ഇല്ലയോ എന്ന് സ്വയം പരിശോധിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇതിന്റെ എല്ലാം സാരം എന്ന് പറയുന്നത്, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എതിർപ്പുകളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ദുഷ്ടന്മാരുടെ ആക്രമണങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി കർത്താവ് അറിയിച്ചു. എന്നിട്ടും ഈ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ സത്യവചനം അറിയാതെ ജനം നശിച്ചു പോയാൽ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സത്യം അറിഞ്ഞ വ്യക്തികളോട് ദൈവം അതിനെക്കുറിച്ച് ചോദിക്കും. അതുകൊണ്ട് ഓരോ ദൈവപൈതലിനും ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ് സുവിശേഷം എല്ലായിടത്തും അറിയിക്കുക എന്നത്. അത് അറിയിക്കാനായിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ നേരിട്ട പൗലോസ് അപ്പോസ്തലൻ സഭയോട് പറയാണ്, അങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കൈകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇത്ര ശക്തനായിട്ടുള്ള, ഇത്ര അധികം ദൈവത്തിന് വേണ്ടി സമർപ്പിതനായി നിൽക്കുന്ന ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ ഒരാളായ പൗലോസ് മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കാണാനായിട്ട് കഴിയും.